തൃശൂർ പാർളം പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് അട്ടിമറി ജയം. യു.ഡി.എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ ബി.ജെ.പിയുടെ അനിത പ്രസിഡന്റായി ലിഷോയി വിവരങ്ങൾ നൽകും. ലിഷോയി, പാർളം പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് അട്ടിമറി ജയമുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഈ പഞ്ചായത്തിന്റെ രൂപീകരണം മുതൽ ഇതുവരേക്കും ബി.ജെ.പിക്ക് പഞ്ചായത്തിന്റെ ഭരണം നേടാനായി കഴിഞ്ഞിട്ടില്ല. എൽ.ഡി.എഫും യു.ഡി.എഫും മാറി മാറിയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം ബി.ജെ.പി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബി.ജെ.പിയും അതുപോലെ തന്നെ യു.ഡി.എഫും സമാസമമായിരുന്നു പഞ്ചായത്തിലെ കക്ഷിനില ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഭരണം നടത്തിയിരുന്ന എൽ.ഡി.എഫിന് പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് ഇവിടെ പിന്തള്ളപ്പെടേണ്ടി വന്നു. 6 വീതം സീറ്റുകളാണ് രണ്ട് മുന്നണിക്കും, അതായത് എൽ.ഡി.എഫിനും യു.ഡി.എഫിനും എൻ.ഡി.എക്കും യു.ഡി.എഫിനും അവിടെ ലഭിച്ചിരുന്നത്. ഇതിൽ യു.ഡി.എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ 6 അംഗങ്ങൾ ഉള്ള 6 വോട്ടുകൾ നേടിക്കൊണ്ട് ബി.ജെ.പിയുടെ അനിത പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് വിജയിക്കുകയായിരുന്നു. യു.ഡി.എഫിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് 5 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതായത് 1 വോട്ട് അസാധുവാവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇവിടെ പഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞത്. ശരി, എം.എസ്. ലിഷോയാണ് തൃശൂർ പാർളം പഞ്ചായത്തിലെ ബി.ജെ.പിയുടെ അട്ടിമറി വിജയത്തിന്റെ വിശദാംശങ്ങൾ തൃശൂരിൽ നിന്നും നൽകിയത്.